കരിക്ക് അവസാനമായി അവരുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് 6 മാസം മുൻപാണ്. ഒരു സമയം വർഷത്തിൽ 46 വീഡിയോ വരെ അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അതായത് ആവറേജ് എടുത്താൽ ഓരോ ആഴ്ചയിലും ഓരോ വീഡിയോ വെച്ച്. അതിൽ നിന്നും ഇന്നത്തെ ആവറേജ് നോക്കുകയാണെങ്കിൽ ഓരോ 2.5 മാസം കൂടുമ്പോഴും ഒരു വീഡിയോ എന്ന നിലയിലാണ്. എന്നിരുന്നാലും അങ്ങനെ വരുന്ന വീഡിയോകൾക്ക് കരിക്കിന്റെ പഴയകാല വീഡിയോകൾ പോലെ ഒരു റീച്ച് കിട്ടാറില്ല. ഏവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമഡി നിറഞ്ഞ കണ്ടന്റുകളൊന്നും ഈയിടെയായി അവർ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരുടെ വ്യൂസും അതിനനുസരിച്ച് കുറയുകയാണ്. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത പോലെ വലിയൊരു കംബാക്കാണ് കരിക്കിന്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നത്. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് കരിക്ക് ഇത്രയും വലിയൊരു ഗ്യാപ്പ് എടുത്തതെന്നും അടുത്ത കരിക്കിന്റെ ചാനലിൽ വരാൻ പോകുന്ന വീഡിയോകളെ പറ്റിയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. കരിക്ക് ആദ്യം അപ്ലോഡ് ചെയ്തത് മിനി സ്കിറ്റുകളായി. ഫ്രണ്ട്സ് ഗ്രൂപ്പിനിടയ്ക്ക് നടക്കാനുള്ള സംഭാഷണങ്ങൾ ഒരു സ്കിറ്റ് രൂപത്തിൽ അഭിനയിച്ച് അതിൽ കുറച്ച് കോമഡി കൂടെ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു അവരുടെ ആദ്യത്തെ കുറച്ച് അപ്ലോഡുകൾ. സീസണൽ വീഡിയോസ് ആയിരുന്നു അവരുടെ ആദ്യത്തെ സ്ട്രാറ്റജി. അതായത് കേരളത്തിൽ ഓരോ സീസണിലും നടക്കുന്ന പല പല കാര്യങ്ങൾ അവർ സ്കിറ്റ് രൂപത്തിൽ അഭിനയിച്ച് അതിൽ കോമഡി കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ എല്ലാവരുടെയും സെലിബ്രേഷന്റെ ഭാഗമായി കരിക്കിന്റെ വീഡിയോയും മാറിയിരുന്നു. ഇതൊക്കെ ഏവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ ഇനീഷ്യലി അവർ കുറച്ച് ഓഡിയൻസിനെ ഒപ്പിച്ചിരുന്നു. 2018 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഓഡിയൻസിനെ വളർത്താൻ സാധിച്ചു. അങ്ങനെ അത്യാവശ്യം വ്യൂസും സബ്സ്ക്രൈബേഴ്സും നേടിയെടുത്ത അവർ തേരാപ്പാര എന്ന മിനി വെബ് സീരീസിലൂടെ എങ്ങും ചർച്ചാ വിഷയമായി മാറി. ആ വെബ് സീരീസ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ അവർ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും യൂട്യൂബിൽ വൈറലായിരുന്നു. +2 ക്ലാസ് എന്ന അടുത്ത മിനി സീരീസിലൂടെ അവർ ആ ഓഡിയൻസിനെ ഒരുപാട് വളർത്തിയെടുത്തു. വ്യൂവർഷിപ്പിൽ തേരാപ്പാര സീസണേക്കാളും സക്സസ്ഫുൾ ആയിരുന്നു +2 ക്ലാസ്. കോവിഡ് ലോക്ക്ഡൌൺ കാരണം 6 എപ്പിസോഡ് കൊണ്ട് തന്നെ +2 ക്ലാസ് തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. അതിലേക്ക് നമുക്ക് ഉടനെ തന്നെ തിരിച്ചു വരാം. അങ്ങനെ ആ ലോക്ക്ഡൌണിൽ അവരുടെ വീഡിയോകൾ ജനങ്ങൾ വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങി. അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറം കരിക്കിന്റെ ചാനൽ വളർന്നു. അതിനുശേഷം കരിക്കുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ വളരെ ബഡ്ജറ്റഡ് ആയിരുന്നു. ആ ഒരു ക്വാളിറ്റി നമുക്ക് ആ വീഡിയോകളിൽ ഫീൽ ചെയ്യാമായിരുന്നു. ഒരുപാട് റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് സിനിമാറ്റിക് രീതിയിലായിരുന്നു പല വീഡിയോകൾ അവർ ഷൂട്ട് ചെയ്തത്. ഈ ഒരു സമയമായപ്പോഴേക്കും കരിക്കുന്ന ബ്രാൻഡ് വളരെയധികം വളരുകയും പല ഫീൽഡിലും അവരവരുടെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. മെയിൻ കരിക്ക് ചാനലുണ്ട്, പിന്നെ ഫ്ലിക്ക് എന്ന് പറയുന്ന വെബ് സീരീസ് ഹോസ്റ്റ് ചെയ്യുന്നൊരു വേർട്ടിക്കലുണ്ട്, ട്യൂൺ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിന് വേണ്ടി മ്യൂസിക് വീഡിയോസ് ചെയ്യുന്നൊരു വേർട്ടിക്കലുണ്ട്, ഫ്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ക്രിയേറ്റേഴ്സ്, ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സ്, പിന്നെ അതുപോലെ സെലിബ്രിറ്റീസിന് വേണ്ടി ബ്രാൻഡിങ് കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് വേർട്ടിക്കലുണ്ട്. പിന്നെ വൈബ് എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ മെർച്ചൻഡൈസ് സ്റ്റോറാണ്, ഈ ഇരിക്കുന്ന ടീഷർട്സ് ഒക്കെ. പിന്നെ സീറോ എന്ന് പറയുന്ന ഒരു ന്യൂസ് വേർട്ടിക്കലുണ്ട്. ഇവിടെ മുതലാണ് കരിക്കിന്റെ പഴയ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ആഴ്ചകളും മാസങ്ങളും എടുത്തു. കരിക്കിന്റെ വീഡിയോ ഇത്ര ലാഗ് ആവാനുള്ള കാരണം വ്യക്തമാക്കുക. വീഡിയോ ഇറക്കാൻ വേണ്ടി ഇറക്കിയിട്ട് കാര്യമില്ല, നല്ല വീഡിയോസ് ഇറക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതിന് സമയമെടുക്കും. ഒരു വീഡിയോ നമ്മൾ കോൺസെപ്റ്റ് ആലോചിച്ച് എഴുതി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ എത്ര സമയം എടുക്കും? എല്ലാം കൂടി ഒരു 1 മന്ത് മിനിമം പ്രൊഡക്ഷൻ എടുക്കും. പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു 10 ദിവസം എടുക്കും. അതാണ് ഈ ഗ്യാപ്പ് മെയിൻലി വരുന്നത്. കരിക്കിന്റെ ഫൗണ്ടർ നിഖിൽ പ്രസാദ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ 1 മാസത്തിനപ്പുറം സമയമെടുക്കും. അഥവാ കരിക്കൊരു വീഡിയോ ഇടാൻ അതിലും കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വരാൻ പോകുന്ന വീഡിയോ ഒരു മിനി സീരീസ് ആണ്. 2ഓ അതിൽ കൂടുതലോ പാർട്ടുകളായിട്ടായിരിക്കും അത് വരാൻ പോകുന്നത്. അതുകൊണ്ടായിരിക്കാം അത്രയും സമയമെടുക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കരിക്കിന്റെ ഒരു വീഡിയോ വന്നിട്ട് ഇപ്പോ 6-7 മാസമാകുന്നു. അതിനർത്ഥം അവർ വലിയൊരു പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഓരോ ആഴ്ചകളിൽ പാർട്ടായിട്ട് റിലീസ് ചെയ്യാനാണ് സാധ്യത. കരിക്കെന്ന ചാനൽ മുൻപത്തെ പോലെ പെർഫോം ചെയ്യാത്തതുകൊണ്ടും അവരുടെ പഴയ ഒരുപാട് പ്രൊജക്ടുകൾ നിർത്തിവെച്ചതുകൊണ്ടും തന്നെ ഈ വലിയ ഗ്യാപ്പിൽ അവർ പുതിയൊരു പ്രോജക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരാൻ പോകുന്ന കണ്ടന്റ് മുൻപ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആകാനാണ് സാധ്യത. അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ പറയത്തക്ക രീതിയിൽ കരിക്കിന്റെ കയ്യിൽ 2 പ്രൊജക്റ്റ് ആണുള്ളത്. ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത തേരാപ്പാര മിനി സീരീസും അതുപോലെ കോവിഡ് ലോക്ക്ഡൌൺ കാരണം ചെയ്തു തീർക്കാൻ പറ്റാതെ പോയ +2 സീരീസും. അതിൽ തന്നെ തേരാപ്പാര ഒരു സിനിമയാക്കി എടുക്കാനാണ് കരിക്ക് ടീമിന്റെ പ്ലാൻ. അതിനുള്ള സ്ക്രിപ്റ്റും ഏകദേശം റെഡിയാണ്. കരിക്ക് ബിഗ് സ്ക്രീനിലേക്ക് വരുമോ?
ബിഗ് സ്ക്രീനിലേക്ക് തീർച്ചയായിട്ടും വരും. തേരാപ്പാര സിനിമ അല്ല, തേരപ്പര മൂവിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളിലൊരു കാര്യം. അത് ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ആക്ച്വലി 2020 ചെയ്യാൻ പ്ലാൻ ചെയ്തൊരു മൂവിയാണ്. അതിൻ്റെ അകത്തുള്ള ഈ പറയുന്നൊരു പ്രാക്ടിക്കൽ പ്രശ്നമുണ്ട്. ഈ നമുക്ക് ഔട്ട്ഡോർ ഒരുപാട് സീൻസ് വരുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന പോലത്തെ ഒരു പ്രൊഡക്ഷൻ അല്ല, അതിൽ കുറച്ച് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുറച്ച് ഫിനാൻഷ്യൽ വയബിലിറ്റിയും ഒരു കൺസേൺ ആണ്. ഈ ഒരു കോവിഡ് സമയത്ത് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. പക്ഷേ അതല്ലാതെ നമ്മൾ എല്ലാം ശരിയായി വരികയാണെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റ് സെപ്റ്റംബറിൽ അനൗൺസ് ചെയ്യും. അത് ഒരു നല്ലൊരു തുടക്കമായിരിക്കും എന്നാണ്, ബിഗ് സ്ക്രീനിലേക്ക് നല്ലൊരു തുടക്കമായിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. +2 സീരീസിലേക്ക് വന്നാൽ 6 എപ്പിസോഡുകളാണ് അവർ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ റിലീസ് ചെയ്തത്. 7ാമത്തെ എപ്പിസോഡ് ഒരു 90% ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയപ്പോഴാണ് ലോക്ക്ഡൌൺ വന്നത്. ബാക്കി 10% തീർക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. റിസോർട്ടിൽ കുടുങ്ങി കിടക്കണ ടൂറ് പോയ പിള്ളേരെ എപ്പോ കൊണ്ടുവരും? നമ്മൾ ആക്ച്വലി 7ാമത്തെ എപ്പിസോഡ് ഒരു 90% ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഒരു 10% ബാക്കി നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഈ കോവിഡ് സിറ്റുവേഷൻ വന്നത്. ആ സമയത്ത് ഒരുപാട് ഡയറ്റൊക്കെ ചെയ്തിട്ട് +2 ലുക്കിൽ വന്നതാണ്. അപ്പോൾ അത് തിരിച്ച് വരണമെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ്. പിന്നെ ബാക്കിയുള്ള പ്രൊജക്ട്സും നമുക്കിപ്പം ഓണായിട്ടുണ്ട്. അപ്പം ആ പ്രൊജക്ട്സ് കുറച്ച് ചെയ്തതിന് ശേഷമേ നമുക്ക് +2ലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം അത് ഉണ്ടാവുള്ളൂ. കരിക്കിന്റെ ടീം ഇപ്പോൾ എടുത്തേക്കുന്ന വലിയൊരു ഗ്യാപ്പ് ഇതിലെ രണ്ടിലേതെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയാകാം. ഒന്നെങ്കിൽ സിനിമ, അല്ലെങ്കിൽ +2 സീരീസ്. ഏതു തന്നെ ആയാലും അത് കരിക്കിന്റെ കംബാക്ക് ആയിരിക്കും. എന്റെ അഭിപ്രായത്തിൽ അവർ +2 സീരീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതൽ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കരിക്കിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരൊരു റീൽസ് ഷെയർ ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞ 90% ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് വെച്ച +2 സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡിലെ ചെറിയൊരു പാർട്ടായിരുന്നു അത്. ഒരു കാര്യവുമില്ലാതെ അവർക്കത് പങ്കുവെക്കേണ്ട കാര്യമില്ല. സോ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അത് ചുറ്റി ചുറ്റി കൊത്തല്ലേ പാവം പിള്ളേർ ടൂറിന് പോവാണേ. മറ്റേ സെറ്റല്ലേ? എല്ലാം സെറ്റാടാ. എന്ത് സെറ്റ്? എന്ത് സെറ്റ്? സൺസെറ്റ്. നാളെ രാവിലെ സൺസെറ്റ് കാണാൻ 3 കാര്യം പറയായിരുന്നു. എന്താണ് ഒരു കള്ളത്തരം? ഡേയ്, ഇത് ഞങ്ങൾ വന്ന നമ്മുടെ ഡീലിംഗ്, നീ ഇടപെടണ്ട, നടക്ക്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മനസ്സിലായില്ല, നേരെ നോക്കി നടക്കാം. പറയാൻ പറ്റൂല, ചിലപ്പോൾ വിളിച്ചില്ല കംപ്ലീറ്റ് അടിച്ച് കയറ്റി കളയും. എടാ എന്തോ ഈ വീഡിയോ വെച്ച് ഉണ്ടാക്കണമെന്ന് അറിയോ? ചെറുതെടുത്തണം എനിക്ക് കുണ്ടിക്കടിച്ചടിച്ച്. എൽദോ എന്താടാ കാണാനില്ല. അവനെങ്ങോട്ട് പോനെ? നേരത്തെ എന്തോ താഴെ വീണ സൗണ്ട് കേട്ടായിരുന്നു. താഴെ പോയോ? താഴെ എൽദോ എക്കോ കേട്ടില്ലേ? കൊക്കയാന്ന് തോന്നുന്നു. പോടാ, അവൻ വിളി കേട്ടോ, അവൻ താഴെ കണ്ടുണ്ട്. എടാ, ഇത് ഒക്കെ നമുക്ക് താഴെ പോയി നോക്കിയാലോ? എടാ എൽദോ, എടാ ഒളിച്ചു നോക്കിയാണ്ട് കേറിയോടാ മന്തി. അതെ, ഇനി എവിടെ പോയാണ്? മുള്ളാൻ പോയി. പറഞ്ഞിട്ട് നോക്കൂടെ? വേടാ, നോട്ടീസ് അടിക്കാൻ ഞാൻ മുള്ളാൻ പോണത്. അങ്ങോട്ട് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇനി മുതൽ മുള്ളാൻ പോകുന്നവർ കമ്മിറ്റിയിൽ അറിയിച്ചിട്ട് പോകേണ്ടതാണ്. നട. അതുപോലെ മറ്റൊരു കാര്യം, +2 സീരീസിൽ അഭിനയിച്ച ആക്ടേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്നും ഈയിടയ്ക്കൊന്നും പുതിയ പോസ്റ്റുകൾ വന്നിട്ടില്ല. ചിലപ്പോൾ +2 സീരീസിന് വേണ്ടി ഡയറ്റിംഗ് എടുത്ത് ഫിസിക് മാറിയത് കൊണ്ടാവാം ഒന്നും പോസ്റ്റ് ചെയ്യാത്തത്. സിനിമ അനൗൺസ്മെന്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇനിയിപ്പോ അഥവാ ഒരു സിനിമ അനൗൺസ് ചെയ്താൽ തന്നെ വീണ്ടും കരിക്കിന്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരേ സമയം അവർ സിനിമയും യൂട്യൂബ് ചാനലും കൂടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് വരില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക.